കനാൻ നാടിൻ്റെ സവിശേഷതകൾ. ബൈബിളിൽ 70 പ്രാവശ്യത്തോളം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കനാൻ. നോഹയുടെ തലമുറയിൽപ്പെട്ട ഹാമിൻ്റെ 4ാമത്തെ പുത്രനാണ് കനാൻ. കനാനിൽ നിന്നുണ്ടായ ജനങ്ങളെ കനാന്യർ എന്നറിയപ്പെട്ടു. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര്, ഒരു വംശത്തിൻ്റെ പേര്. മൂന്നാമത് ഇതൊരു ദേശത്തിൻ്റെ പേരാണ്, കനാൻ നാട്. ഈ കനാൻ നാടിൻ്റെ സവിശേഷതകളാണ് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ്. വാഗ്ദത്ത ദേശം, പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ദേശമാണ് കനാൻ. രണ്ടാമത്തെ സവിശേഷത, നല്ല ദേശമാണ്, ഗുഡ് ലാൻഡ്. പുറപ്പാട് 3:8 വായിക്കുന്നുണ്ട്, നല്ല ദേശം എന്ന് പറഞ്ഞാൽ കാണുവാൻ ഭംഗിയുള്ളത്, അനുഭവയോഗ്യമായത്, പാർക്കുവാൻ കൊള്ളാവുന്നത്, ഇങ്ങനെ എല്ലാ വിധത്തിലും നല്ല ദേശം. മൂന്നാമത്തെ പ്രത്യേകത, വിശാലമായ ദേശം, ഇടുക്കമില്ലാത്ത, ഞെരുക്കമില്ലാത്ത, എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ കുലങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ ഞെരുക്കമില്ലാതെ പാർക്കുവാൻ പറ്റുന്ന ദേശം. ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങളുടെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നല്ലതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും വിശാലമാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം, നല്ല ദേശം, വിശാലമായ ദേശം. നാലാമത്തെ പ്രത്യേകത, പാലൊഴുകുന്ന ദേശം. അത് മൃഗസമ്പത്തിനെ കാണിക്കുകയാണ്. ആടുമാടുകളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നവരും വളർത്തുന്നവരുമായിരുന്നു ഇസ്രായേൽ മക്കൾ. അപ്പോൾ ആടുമാടുകൾക്ക് പറ്റിയ ദേശം, നല്ല പുൽപ്പുറങ്ങൾ, നല്ല മേച്ചിൽപ്പുറങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ധാരാളമായി മൃഗങ്ങൾക്ക് പെറ്റുപെരുകി നിർഭയമായി വസിക്കുവാൻ പറ്റുന്ന ദേശമെന്ന നിലയിൽ ഇത് പാലൊഴുകുന്ന ദേശമാണ്. മറ്റൊരു പ്രത്യേകത, തേനൊഴുകുന്ന ദേശം. അത് കൃഷി സമ്പത്തിനെ പ്രഥമമായി കാണിക്കുന്നു. മാതളനാരകം, അത്തി, മുന്തിരി, ഒലിവ്, മറ്റ് കൃഷികളൊക്കെ ധാരാളമായി വളരുവാൻ പറ്റിയിടമാണ് കനാൻ. അങ്ങനെ തേനൊഴുകുന്ന ദേശം. അക്ഷരികമായ തേനും കനാൻ നാടിൽ ലഭ്യമായിരുന്നു. തേനീച്ചകൾ ഉളവാക്കുന്ന അക്ഷരികമായ തേൻ, അതും കനാൻ നാട്ടിൽ ലഭ്യമാണ്. അങ്ങനെ പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് 20 പ്രാവശ്യം ബൈബിളിൽ കനാൻ നാടിനെ കുറിച്ച് വിശേഷിപ്പിക്കും. അപ്പോൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്, അതോടൊപ്പം തന്നെ നല്ല ദേശം, വിശാലമായ ദേശം, പാലൊഴുകുന്ന ദേശം, തേനൊഴുകുന്ന ദേശം. ആറാമത്തെ പ്രത്യേകത, ഒത്തിരി നീരൊഴുക്കുകളുള്ള സ്ഥലം. മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നുമൊക്കെ ഉറവകളും നീരൊഴുക്കുകളും തടാകങ്ങളും ഉള്ള ദേശം. ഒരു ദേശത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ജലം, നല്ല ജലം, ശുദ്ധജലം. മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും ധാരാളം ഉറവകളും ധാരാളം തടാകങ്ങളും നീരൊഴുക്കുകളും ഉള്ളതുകൊണ്ട് അന്നത്തെ കനാൻ നാട് ഏറ്റവും നല്ല ദേശമായിരുന്നു. അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യലോകത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ജലം, ആവശ്യമുള്ളതാണ് ജലം. അങ്ങനെ ശുദ്ധമായ ജലമൊഴുകുന്ന ദേശം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ഇതുപോലെയാണ്. അതിലെ എപ്പോഴും ശുദ്ധിയും അതിലെപ്പോഴും ജീവൽ സമ്പൽ സമൃദ്ധിയും ഒഴുകിക്കൊണ്ടിരിക്കും. ഏഴാമത്തെ പ്രത്യേകത, ഇരുമ്പും താമ്രവും വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഉള്ള ദേശം. പുറമേ മണ്ണൊക്കെയാണ് കാണുന്നത്, കല്ലൊക്കെയാണ്. പക്ഷെ കുഴിച്ച് എന്നാൽ ആഴങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒത്തിരി നിക്ഷേപം അതിലുണ്ട്, ഇരുമ്പും ചെമ്പും താമ്രവും ഒക്കെ. അങ്ങനെയുള്ള ഒരു ദേശമായിരുന്നു കനാൻ നാട്. നാമും ആത്മീയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളെ കണ്ടെത്തുവാൻ കഴിയും. വചനത്തിൻ്റെ ആഴങ്ങളിൽ, ആത്മീയ ശക്തിയുടെ ആഴങ്ങളിൽ, ആത്മീയ ആരാധനയുടെ ആഴങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ, വിശുദ്ധിയുടെ ആഴങ്ങളിലെ വിലയേറിയ ആത്മീയ നിക്ഷേപങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ആഴത്തിലേക്ക് നീക്കി ഈ ദിവസങ്ങളിൽ നാം വലയിറക്കിയാൽ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ മറ്റെങ്ങും ലഭിക്കാത്ത ആത്മീയ അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കും. എട്ടാമത്തെ പ്രത്യേകത, തോൽപ്പിക്കേണ്ട ഒത്തിരി വിജാതീയരുള്ള സ്ഥലമാണ്. കനാന്യർ അവരുടെ പാപം ഏറ്റവും അധികം വർദ്ധിപ്പിച്ചു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങൾക്ക് ബലി കൊടുക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകൾ, ദുഷ്ടതകൾ, ദുർനടപ്പുകൾ ഏറ്റവും അധികം വർദ്ധിച്ചു.
ആ ജനത്തെ ദൈവം ന്യായം വിധിച്ച് നീക്കുകയാണ്. ഏതൊരു ജനതയും പാപത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികൾ ദൈവം അയക്കും. അങ്ങനെ കനാൻ നാട്ടിലെ ദുഷ്ടരായിരിക്കുന്ന ജനത്തെ അവരുടെ പാപം നിമിത്തം ദൈവം നീക്കിക്കളഞ്ഞു. ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തിലേക്കാണ് ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ നയിക്കുന്നത്. ഈ ദേശം പിടിച്ചെടുക്കുവാൻ പറ്റത്തില്ല എന്ന് ഒറ്റുനോക്കിയ 12 പേരിൽ 10 പേരും പറഞ്ഞു. കാരണം അവർ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് അവിടെയുള്ള കോട്ടകളും അവിടെയുള്ള വലിയ മതിലുകളും അവിടെയുള്ള ദുഷ്ടരായ ജനത്തെയും അവരുടെ വലിപ്പത്തേക്ക് കണ്ടുള്ളൂ. എന്നാൽ യോശുവയും കാലേബും അവർ വിശ്വസിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, നമുക്കിത് ലഭിക്കും, ഈ ദേശം നമ്മുടെ അവകാശമാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാർത്ത സ്ഥലമാണ്, ഇത് നമ്മുടെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ അന്നത്തെ പുതിയ തലമുറ ഈ ദേശത്തെ അവകാശമാക്കി. അങ്ങനെ ഈ ദേശം, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം, അവരുടെ അവകാശ ഭൂമിയാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് വാഗ്ദത്തമാണ്, അത് നമ്മുടെ അവകാശമാണ്, അത് നല്ലതാണ്, അത് വിശാലമാണ്, അതിൽ ആഴങ്ങളിൽ നിക്ഷേപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന ഒത്തിരി നന്മകൾ, നിധികൾ അതിലുണ്ട്. അത് ദൈവാത്മാവിൻ്റെ ഒഴുക്ക് നിമിത്തം എപ്പോഴും അനുഗ്രഹമുള്ള വാഗ്ദത്തങ്ങളാണ്, പ്രയോജനകരമായ വാഗ്ദത്തങ്ങളാണ്. തോൽപ്പിക്കേണ്ട ഒത്തിരി തിന്മയുടെ ശക്തികൾ എല്ലാ വാഗ്ദത്തത്തിലുമുണ്ട്. ആ ജഡീക ശക്തികളെ, പാപങ്ങളെ, അവിശ്വാസങ്ങളെ, ദുരുപദേശങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ആ അലസതകളെ വിശ്വാസം കൊണ്ട് നാം തോൽപ്പിച്ച് ദേശങ്ങളെ, ജനങ്ങളെ കർത്താവിനായി നേടണം. ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ 3 തലങ്ങളാണ് കാണുന്നത്. അവർ മിസ്രൈമിലായിരുന്ന ഒരു കാലം, അത് അടിമത്ത കാലമാണ്. ഫറവോൻ്റെയും മിസ്രൈമിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്നൊരു കാലം. അത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു സമയമായി ചിത്രീകരിക്കാം. അവർ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. നാമും രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനമേറ്റപ്പോൾ പാപത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും പാരമ്പര്യ വിശ്വാസങ്ങളുടെയൊക്കെ അടിമത്തത്തിൽ നിന്ന് നാം പുറത്തു വന്നു. പിന്നത്തേതിൽ അവർക്ക് മരുഭൂമി യാത്രയായിരുന്നു. അവിടെ ഒത്തിരി ദൈവത്തിൻ്റെ കരുതലുകളായിരുന്നു. അവരുടെ അധ്വാനം കൂടാതെ തന്നെ അവർക്ക് മന്ന ലഭിച്ചു, അവർക്ക് സംരക്ഷണം കിട്ടി, വെള്ളം കിട്ടി. അത്ഭുതങ്ങളുടെ ഒരു കാലമാണ്. അത് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലമാണ്. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു അടിമത്ത കാലം, ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം. ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണുന്ന, അനുഭവിക്കുന്നൊരു കാലം. പക്ഷെ അവിടെ കൊണ്ടും ആത്മീയ ജീവിതം തീരുന്നില്ല. കനാൻ്റെ ഒരു തലമുണ്ട്. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്, മനോഹരമാണ്, നല്ലതാണ്, വിശാലമാണ്. ഒത്തിരി ഒഴുക്കുകളുള്ള, ആത്മീയ ഒഴുക്കുകളുള്ള അനുഗ്രഹങ്ങളാണ്. വിലയേറിയ മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങൾ അതിലുണ്ട്. പക്ഷെ അവിടെ ഒരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. വിശ്വാസത്താൽ, ആത്മീയുദ്ധത്താൽ നാം അവകാശമാക്കേണ്ട ദേശങ്ങളാണ് അതിലുള്ളത്. ആ ഒരു ആത്മീയ തലത്തിൽ കൂടെ നാം പ്രവേശിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരായി ജയകരമായൊരു ആത്മീയ ജീവിതവും ഫലകരമായൊരു ശുശ്രൂഷയും നമ്മളിൽ വെളിപ്പെട്ട് ദൈവത്തിനായി ദേശങ്ങളെ, ജനതകളെ അവകാശമാക്കി നാം മുൻപോട്ട് പോകണം. കനാൻ നാടിൻ്റെ അതിരുകൾ മിസ്രൈമ്യ നദി മുതൽ മരുഭൂമി, ലബാനോൻ തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെ, പടിഞ്ഞാറ് മഹാസമുദ്രം വരെ നിങ്ങളുടെ അതിരായിരിക്കുമെന്ന് ദൈവം അബ്രഹാമിനോടും യോശുവയോടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഭാവിയിലെ സഹസ്രാബ്ദ യുഗത്തിലെ കർത്താവ് തൻ്റെ ജനത്തെ ഭരിക്കുമ്പോൾ അത് അക്ഷരീയമായി തന്നെ നിവർത്തിക്കപ്പെടും. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത ദേശങ്ങൾ, വാഗ്ദത്ത അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ, അത് വിശ്വാസത്താൽ ആത്മീയുദ്ധം ചെയ്ത് അവകാശമാക്കി ആ നല്ല മനോഹരമായ പാലും തേനും ഒഴുകുന്ന ശ്രേഷ്ഠ ആത്മീയ തലങ്ങളെ സ്വന്തമാക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ ഈ പ്രഭാഷണ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ഏവരുടെ മേലും വിശ്വാസത്തിൻ്റെ ആഴങ്ങളും ദൈവകൃപയുടെ നിറവുകളും പകരട്ടെ.